പാഠം 544 അഭിനയത്തിന്റെ ആദ്യ ചുവടുകൾ. ഇത്ര നേരത്തെ ഉടുപ്പൊക്കെ മാറിയോ? മണി 9 ആവുന്നല്ലേ ഉള്ളൂ. രാവിലെ സഹകരണ ബാങ്കിലെ അരവിന്ദ സാറിനെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി വേഷം മാറിയതാ. പറഞ്ഞു വൈകിട്ട് കാണാമെന്ന്. എന്താണ് അരവിന്ദ് സാറിനെ കാണേണ്ട അത്യാവശ്യം? അത് സാറ് പറഞ്ഞില്ല. പക്ഷെ കാര്യം എനിക്ക് മനസ്സിലായി. അടുത്ത ആഴ്ച ബാങ്കിന്റെ നിക്ഷേപ സമാഹരണം തുടങ്ങുകയാണ്. എന്നോട് നല്ലൊരു തുക നിക്ഷേപിക്കണമെന്ന് പറയാനായിരിക്കും അരവിന്ദ് സാർ കാണണമെന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം മോഹനേട്ടൻ 50,000 രൂപ വിട്ടതല്ലേ ഉള്ളൂ. അതെ, പക്ഷേ അടുത്ത ആഴ്ച നിക്ഷേപ സമാഹരണ വാരം തുടങ്ങിയതിന് ശേഷം ഇടുന്ന പൈസ വേറെ ആയിട്ടാണല്ലോ കൂടുതൽ. പലിശ കൂടുതലുണ്ട് താനും. എന്റെ കയ്യിൽ 10,000 രൂപ ഉണ്ട്. കുറച്ച് പൈസ വേറെ പലതായിട്ട് തരാനുണ്ട്. ഒരു 10-20,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ 50,000 രൂപ തികച്ചിടാമായിരുന്നു. സഹകരണ ബാങ്കിൽ നിക്ഷേപം കണ്ടുപിടിക്കേണ്ട ബാങ്ക് സെക്രട്ടറിയെക്കാട്ടിൽ ഉൾക്കണ്ട എന്റെ മോഹനേട്ടനാ. മോഹനേട്ടൻ ഈ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനാണ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് തോന്നും. അങ്ങനെ പറയരുത് ഭാമേ. സഹകരണ മേഖല ഒരു നാടിന്റെ നട്ടെല്ലാണ്. അതിനെ വളർത്തുകയും നിലനിർത്തുകയും ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്ന് വിട്ടുപോകും. ശരി, ഇപ്പോ മോഹനേട്ടൻ 20,000 രൂപ വേണം. അത്രയല്ലുള്ള പ്രശ്നം. ആ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടുപിടിച്ചു തരാം. കഴിഞ്ഞ ആഴ്ച വിധിയായ 2 കേസിലും ഇന്നലെ വിധിയായ 1 കേസിലുമായി എനിക്ക് 10-30,000 രൂപ കിട്ടാനുണ്ട്. അല്ലറ ചില്ലറ ചെലവുകളൊക്കെ കുറച്ചാലും മോഹനേട്ടന് ആവശ്യമായി 20,000 രൂപ കിട്ടും. ഞാനത് തരാം. അപ്പൊ തീർന്നല്ല പ്രശ്നം. അയ്യടാ, പൈസ കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ ആ മുഖം തെളിഞ്ഞത് നോക്കി. എന്റെ മോഹനേട്ടന് ഈ ലോകത്ത് ആകെ സന്തോഷമുള്ളൊരു കാര്യം ഇതാണ്. പൈസ ബാങ്കിലിടുക, പലിശ കണക്ക് കൂട്ടുക, എന്നിട്ട് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുക. അതല്ല ഭാമേ, ഇക്കാലത്ത് വേണ്ടത്ര നിക്ഷേപമില്ലെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. പണത്തിന് ആവശ്യം എപ്പോ എങ്ങനെ ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ആ, വേഗം പോയിട്ട് അതാരാണ് നോക്ക്. അപ്പോഴേക്ക് ഞാൻ കഴിക്കാനുള്ളൂ എല്ലാം എടുത്തു വയ്ക്കാം. ചെല്ല്. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. ആഹാ, ചെറിയനായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇല്ല, 9 മണി ആയാലേ ഉള്ളൂ. ഞാൻ ആഫീസിലേക്ക് ഇറങ്ങുന്നത് 9:48 ചെറിയച്ഛന് സുഖം തന്നെയല്ലേ? ആരോഗ്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അടുത്ത മാസം നാട്ടിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാ, അതാണ് പ്രശ്നം. അമ്മയോടുണ്ട്. ഇടയ്ക്കിടെ ഗ്യാസ് എന്താ കിട്ടാറുണ്ട്. പക്ഷെ നാട്ടിൽ 10,000 വക്കീലന്മാരില്ലേ, ആടാ രക്ഷപ്പെടാൻ. പിന്നെ എന്റെ ശമ്പളം ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. ശരി, ഞാൻ വിളിക്കാൻ ചെറിയച്ച. പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ചെറിയച്ചനെ വിളിച്ചത്? ഓ, അതെനിക്ക് മനസ്സിലായി. ചെറിയച്ചനോട് എന്നെ പറ്റി പറഞ്ഞത് എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. എന്ത്? എനിക്ക് കേസൊന്നുമില്ല, ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് മോഹനേട്ടൻ പറഞ്ഞില്ലേ? കേസൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ 5 മിനിറ്റ് മുന്നേ അടുക്കളയിൽ വന്ന് എന്നോട് കാശ് ചോദിച്ച ആളാണ് മോഹനേട്ടൻ. എനിക്ക് ഫീസ് കിട്ടുന്ന കാശ് ഞാൻ തരാന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ചെറിയച്ചനോട് പറയുന്നു എനിക്ക് കേസൊന്നും ഇല്ല, മോഹനേട്ടന്റെ വരുമാനം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെന്ന്. ഇതെന്ത് വൃത്തിയാണ് മോഹനേട്ടാ? ആരും ഒരു കാര്യമൊന്നുമില്ല. ചെറിയച്ഛന്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കാശ് കടം ചോദിക്കാനുള്ള പരിപാടിയാണ്. എനിക്കും നിനക്കും നല്ല വരുമാനമുണ്ടെന്ന് പറഞ്ഞാൽ കാശ് കടം കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനല്ലേ ഞാൻ നിനക്ക് കേസിലെന്നൊക്കെ പറഞ്ഞത്. വെറുതെ കാര്യമൊക്കെ ഉണ്ടോ? കാര്യം ആവശ്യമില്ല. വീണ്ടും വരുന്നു. മോഹനേട്ടാ, ചെറിയച്ഛന് കടം കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അതിൽ എന്നെ അപമാനിക്കാൻ എന്തിനാണ്? മോഹനേട്ടൻ വരുമാനം ഇല്ലാന്ന് പറഞ്ഞ പോരായിരുന്നോ? അതെങ്ങനെ ശരിയാവും? ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് എല്ലാ മാസവും സർക്കാർ കൃത്യമായ ശമ്പളം തരുമെന്ന് ചെറിയച്ഛൻ അറിയാം. എന്റെ കാര്യം അങ്ങനെയല്ലോ. നീ ഒരു വക്കീലല്ലേ? പക്ഷെ ചെറിയച്ഛൻ ഈ കാര്യം നാട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? നാട്ടിലുള്ളവർ കരുതത്തില്ലേ
എനിക്ക് കേസൊന്നുമില്ലെന്നും കഴിവില്ലാത്ത ഒരു വീട്ടു വക്കീലാ ഞാനെന്നും. അതിൽ താരമില്ല. എന്തായാലും ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ മേൽവിലാസത്തിൽ ജീവിക്കുന്നതാണ് നല്ലത്. നിനക്കാണെങ്കിൽ പറയാൻ നല്ല ഒന്നാന്തരം മേൽവിലാസവും. വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യയാണ് എന്ന് പറയുന്നതിനേക്കാൾ വലുതാണോ ഒരു വക്കീലാണെന്ന് പറയുന്നത്? എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയാണ് എന്ന് പറയുന്നതിനെക്കാട്ടിലും വലുത് വക്കീലാണ് എന്ന് പറയുന്നത് തന്നെയാ. ചുമ്മാതൊന്നും അല്ലല്ലോ. നല്ല അന്തസ്സായി പഠിച്ച് നല്ല മാർക്കോടെ LLB ജയിച്ചിട്ടാണ് ഞാൻ വക്കീലായത്. ഇതുവരെ വാദിച്ച കേസുകളിലൊക്കെ ജയിച്ച് കഴിവ് തെളിയിക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് എനിക്ക് വില്ലേജ് ഓഫീസറുടെ മേൽവിലാസം? ഇതാണ് ഞാൻ പറയുന്നത്. നീ ഭർത്താവിന് ബഹുമാനമില്ലാത്ത ഒരു അഹങ്കാരിയാണെന്ന്. ഒരു പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ ഞാൻ ഒരു ചെറിയ കള്ളം പറഞ്ഞു പോയി. നീ ഇപ്പൊ അതിന് ന്യായം ചോദിക്കുകയാണ്. ചോദിക്കും. ആ, എന്നെ അപമാനിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് മോഹനയുടെ രക്ഷപ്പെടണ്ട. ഉത്തമം വന്ന് എന്തെങ്കിലും അത്യാവശ്യം കാണാം. നമസ്കാരമുണ്ട് സാർ. ആദ്യമായിട്ടാണ് തോന്നുന്നു എന്തോ ഭയങ്കര വഴക്കുണ്ടായതുപോലെ ശബ്ദം ഞാൻ ഇവിടെ കേട്ടു. എങ്ങനെ വഴക്കുണ്ടായിരിക്കും? ഭാര്യമാർ ഭാര്യമാരെ പോലെ പെരുമാറണം. ഇവിടെ ഒരാളുള്ളത് അങ്ങനെ അല്ലല്ലോ. കുഴപ്പം ഭാര്യയുടെ അല്ല ഉത്തമ. ഭാര്യയെ വേലക്കാരിയായി കാണുന്ന ഭർത്താവിന്റേതാ. ഇന്നുണ്ടായതെന്താ ഉത്തമൻ അറിയാമോ? ഞാൻ പറയാം സാറേ, നിക്ക്. അതിനു മുമ്പ് ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത്. തൽക്കാലം ഈ തർക്കം ഒന്ന് നിർത്തിയിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. PWDയിലെ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചന്ദ്രശേഖർ സാറ് ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്. സാറിന് അറിയാലോ. പള്ളിമുക്കിൽ 20 സെന്റ് ഭൂമിയും വീടും വാങ്ങി സാറ് താമസമാക്കിയിട്ട് 1 മാസമായി. എനിക്കറിയാം. തഹസിൽദാരുടെ അടുത്ത ചങ്ങാതിയാണ് ചന്ദ്രശേഖർ സാർ. തഹസിൽദാരനോട് പറഞ്ഞിരുന്നു. സദാനന്ദൻ സാറ് ചന്ദ്രശേഖർ സാറിന് കേസ് വാദിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ വലിയ അടുപ്പത്തിലല്ലേ? സദാനന്ദൻ സാർ പറഞ്ഞിരുന്നു ചന്ദ്രശേഖർ സാർ ഇവിടെയാ താമസം. അപ്പോ ഈ 2 പേർക്കും വേണ്ടപ്പെട്ട ആളാണ് ഈ പറഞ്ഞ ചന്ദ്രശേഖർ സാർ. ആ സാറിനോട് നാട്ടിൽ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു വില്ലേജ് ഓഫീസർ കെ മോഹനയുടെ സാറും സത്യഭാമ വക്കീലും തമ്മിൽ എന്ന് മുടിഞ്ഞ വഴക്കാണെന്ന്. ചന്ദ്രശേഖർ സാറ് തഹസീൽദാരെ വിളിച്ചു. അപ്പൊ തഹസീൽദാർ പറഞ്ഞു കെ മോഹനേഷൻ വളരെ മാന്യനാണല്ലോ എന്ന്. ഈ ചന്ദ്രശേഖർ സാറ് സദാനന്ദ വക്കീലിനെയും വിളിച്ചു. അപ്പൊ സദാനന്ദ വക്കീൽ പറഞ്ഞു സത്യഭാമ അടക്കം ഒതുക്കം ഉള്ള ആളാണല്ലോ എന്ന്. സാറേ, എന്നിട്ട് ഈ ചന്ദ്രശേഖർ സാറിന് ഒരു സംശയം. ഇന്ന് രാവിലെ എന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഉത്തമ മോഹനകൃഷ്ണന്റെ സത്യഭാമയുടെ വീട്ടിലേക്ക് ഒന്ന് പോയാല് സത്യം അറിയായിരുന്നു, ഒന്ന് പോയാലോ എന്ന്. ആ അതെന്ന് സാറേ, ഏത് നിമിഷവും ചന്ദ്രശേഖർ സാർ ഇങ്ങോട്ട് വരും. അപ്പോ ഞാൻ ഇപ്പൊ വന്നപ്പോ കേട്ടതുപോലെ വഴക്കും ചീത്തവിളിയും ആണെങ്കിൽ 2 പേരുടെ മാനം പോവും. സംഭവം തഹസീൽദാരും അറിയും, സദാനന്ദ വക്കീലും അറിയും. അതുകൊണ്ട് ചന്ദ്രശേഖർ സാർ വന്നിട്ട് പോകുന്നത് വരെ മര്യാദയ്ക്ക് പെരുമാറിയാൽ 2 പേർക്കും കൊള്ളാം. ഞാൻ മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരാളാ. ഉത്തമൻ എന്തെങ്കിലും പറയാനുണ്ട് ഇതാ ഈ നിൽക്കുന്ന സാറിനോട് പറഞ്ഞാൽ മതി. അയ്യോ, അതെ, എല്ലാ പ്രശ്നവും ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നല്ല മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ വരട്ടെ. ഉത്തമം പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ട്. ചന്ദ്രശേഖര സാറിനെ പോലൊരാൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണമല്ലോ. ഇത് തെറ്റിദ്ധാരണയല്ലോ, ശരിയായ ധാരണയല്ലേ? മോഹനേട്ടൻ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്നോട് വഴക്കാണെന്ന് ആർക്കും ഇവിടെ അറിഞ്ഞുകൂടാത്തത്? അഴകതി ഉണ്ടാകുമല്ലോ. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഞാനും നീയും തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് ചന്ദ്രശേഖർ സാറിന് തോന്നണം. കാരണം ചന്ദ്രശേഖർ സാറും തഹസിൽദാരും തമ്മില് ഭയങ്കര അടുപ്പമാണ്. മോഹനേട്ടൻ സ്ഥിരമായി ഒരു കാര്യവുമില്ലാതെ ഭാര്യയുമായി വഴക്കുണ്ടാക്കുന്ന ആളാണെന്ന് തഹസിൽദാരെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് നാണക്കേടാണ്. ചന്ദ്രശേഖർ സാറ് നിന്റെ സദാനന്ദ വക്കീലിന്റെയും സ്നേഹിതനാ. ഭർത്താവിനെ അനുസരിക്കാത്ത, ആണുങ്ങളെ ബഹുമാനിക്കാത്ത ഒരാളാണ് നീ എന്ന് സദാനന്ദ സാർ അറിയുന്നതും പ്രശ്നമാണല്ലോ. ഭാമേ,
ചന്ദ്രശേഖർ സാർ വന്നിട്ട് ഒരു 5 മിനിറ്റ് അകം പൊയ്ക്കോളും. അതുവരെ നമുക്ക് ഭയങ്കര സ്നേഹമായിട്ട് അഭിനയിക്കാം. ഞാൻ റെഡിയാ. പക്ഷെ ഈ സ്നേഹം അഭിനയിക്കാനൊക്കെ മോനേട്ടൻ അറിയോ? കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ഉദാഹരണത്തിന് ചന്ദ്രശേഖർ സാർ വരുമ്പോ ഞാൻ ചെന്ന് നമസ്കാരം സാർ, വരണം, ഇരിക്കണം എന്ന് പറയും. സാറ് അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നീ ഭയങ്കര അനുസരണശീലമുള്ള ഒരു പെൺകുട്ടിയെ പോലെ കടന്നു വരണം. അപ്പൊ ഞാൻ പറയും, ഇത് എന്റെ ഭാര്യ സത്യഭാമ അഖിലാണ് എന്ന്. അങ്ങനെ വെറുതെ വക്കീലാണ് എന്ന് മാത്രം പറഞ്ഞാ പോരാ. ഭയങ്കര തിരക്കുള്ള വക്കീലാണ്, മിടുക്കിയാണ്, വാദിച്ച കേസ് എല്ലാം അവള് ജയിച്ചിട്ടുണ്ട്, നന്നായി പൈസ സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. ഹലോ, ഇതിലേതാണ് നുണ? ഒക്കെ സത്യ. ഇത്രയും മോഹനോട് പറയാമെങ്കിൽ ഞാൻ മോഹനനെ പറ്റി പൂഴ്ത്തി പറയാം. സത്യസന്ധനാണ്, കൃത്യനിഷ്ഠക്കാരനാണ്, പരിസ്ഥിതി സ്നേഹിയാണ്, എന്നോട് വലിയ സ്നേഹമാണെന്നൊക്കെ. നീ പറയാതെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നെ പറ്റി മോഹനേട്ടൻ ഇഷ്ടം പോലെ പറ. എന്റെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞോളാം. വഴക്കുണ്ടാക്കുന്നതിനാ. ഇത്രയും പറഞ്ഞു കഴിയുമ്പോ ഞാൻ പറയും, ഭാമേ ഇരിക്കൂ എന്ന്. അപ്പൊ നീ പറയണം, അയ്യോ മോഹനേട്ടനൊപ്പം അവൻ ഇരിക്കുന്നത് ശരിയായല്ലോ, ഞാനിവിടെ അങ്ങനെ നിന്നോളാമേ എന്ന്. മര്യാദക്കാരായ ഭാര്യമാർ അങ്ങനെയാണ്. നീ അങ്ങനെ പറഞ്ഞു നോക്ക്. അപ്പൊ ഞാൻ സാറിനോട് ചോദിക്കും, സാർ ചായയോ കാപ്പിയോ? അപ്പൊ സാർ എന്താ വേണ്ടെന്ന് പറയുമ്പോ ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് നീ തിരിയണം. അപ്പൊ ഞാൻ പറയും, ഭാമേ നിൽക്കോ, ചായ ഞാൻ എടുത്തോളാം. മോഹനേട്ടനോ? വെറുതെ പറയുന്നല്ലേ. അപ്പൊ നീ പറയണം, അത് വേണ്ട, മോഹനേട്ടൻ സാറുമായി സംസാരിച്ചിട്ടിരുന്നുള്ളൂ, ഞാൻ പോയി ചായ എടുത്തിട്ട് വന്നോളാം എന്ന്. അത്രയും ആകുമ്പോ സാറ് ചോദിക്കും, മോഹനേട്ടന് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാമോ എന്ന്. അപ്പൊ നീ പറയണം, മോഹനേട്ടന് എല്ലാം ഉണ്ടാക്കാൻ അറിയാം, എന്നെ എപ്പോഴും സഹായിക്കും, ഭയങ്കര സ്നേഹമുള്ള ഭർത്താവാണ് എന്നൊക്കെ. അത് ഇച്ചിരി കൂടുതലായി പോയില്ലേ മോഹനേട്ടാ? ഒന്നുമില്ല, നമ്മൾ തമ്മിൽ എപ്പോഴും വഴക്കാണെന്ന് കരുതിയിരിക്കുന്ന ചന്ദ്രശേഖർ സാറ് ഇവിടെ വന്ന് കയറുമ്പോ അത്ഭുതപ്പെടണം. ഇനി ഏതെങ്കിലും നാട്ടുകാർ സാറിനോട് അങ്ങനെ പറഞ്ഞാൽ പറയുന്നവനെ സാറ് തല്ലുന്നൊരവസ്ഥ വരണം. ഈശ്വര, സാറായിരിക്കും പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ ചന്ദ്രശേഖർ സാർ, നമസ്കാരം സാർ. നമസ്കാരം. എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വരണം. മോഹനേഷന് ഓഫീസിൽ പോലുള്ള സമയമായോ? ഇല്ല സാർ, ഞാനെന്നും 9:48 ഇവിടുന്ന് പുറപ്പെടൂ. സാർ വരണം. ഇരിക്കണം സാർ. മോഹനേഷൻ ഇരിക്കൂ. സാർ ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വന്ന് കാണണമെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. തിരക്കൊണ്ട് പറ്റിയില്ല. സാരമില്ല, മോഹനേഷനെ പറ്റി തന്റെ തഹസിൽദാർക്ക് നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ നന്നായി ജോലി ചെയ്യണം. നന്നായി ജോലി ചെയ്യുമ്പോ തിരക്കും ഉണ്ടാവും. നമസ്കാരം സർ. നമസ്കാരം. സത്യഭാമ അല്ലേ? അതെ സർ. സദാനന്ദന് തന്നെ പറ്റി വലിയ അഭിപ്രായമാ. പെൺകുട്ടികളുടെ ഇടയിൽ ഇത്ര മിടുക്കിയായി മറ്റൊരാളെ കാണാനില്ല എന്നും പറയും. അയ്യോ, അതൊക്കെ സദാനന്ദ സാർ വെറുതെ കുറച്ച് കൂട്ടി പറയുന്നതാ. ഒരിക്കലുമല്ല സാർ, എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നതല്ല. ഭാമ അവളുടെ ജോലിയിൽ വളരെയധികം മിടുക്കിയാണ്. സത്യത്തിൽ ഭാമയെ പോലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഭാമ ഇരിക്കൂ. ഇല്ല സർ, മോഹനേട്ടന്റെ ഒപ്പം ഒന്നും ഞാൻ ഇരിക്കാറില്ല. എത്ര വലിയ വക്കീലാണെങ്കിലും വീട്ടിൽ ഭാര്യയല്ലേ സർ. മോഹനേട്ടനാണെങ്കിലും നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറും.
അപ്പോ ഞാനും ആ ബഹുമാനം കാണിക്കണ്ടേ? അതിലൊന്നും ഒരു കാര്യമില്ല. ഭാര്യയും ഭർത്താവും ഒരേ അന്തസ്തുള്ള രണ്ടുപേരായിരിക്കണം. ഭർത്താവിന്റെ ഒപ്പുവരിക്കുന്നതിൽ എന്താ തെറ്റ്? വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണമെന്നില്ല. അത് പറ്റില്ല. സാർ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്. എന്തെങ്കിലും കഴിക്കാതെ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ ഒരു ചായ ആവാം. ശരി, ഞാനിപ്പോ കൊണ്ടുവരാം. ഭാമേ, സാറ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ? ചായ ഞാൻ എടുക്കാം. മോഹനേട്ടനോ? മോഹനേഷന് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാമോ? അയ്യോ, അതെന്ത് ചോദ്യാ സാറേ. മോഹനേട്ടന് ചായ മാത്രമല്ല, ചോറും കറിയും എല്ലാം ഉണ്ടാക്കാൻ അറിയാം. എന്നെ ഇപ്പോഴും അടുക്കളയിൽ സഹായിക്കും. ഞായറാഴ്ചകളിലൊക്കെ മോഹനേട്ടൻ അടുക്കളയിൽ കയറി പുതിയ പുതിയ വിഭവങ്ങൾ ഓരോന്ന് ഉണ്ടാക്കുന്നതൊന്നും കാണേണ്ടത് തന്നെയാ സാർ. എനിക്കറിയില്ലായിരുന്നു. മോഹനേട്ടനെ പറ്റി പലർക്കും ഭയങ്കര തെറ്റിദ്ധാരണയാ. ശരിക്കുള്ള സ്വഭാവം എനിക്കല്ലേ അറിയൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മോഹനേട്ടൻ ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് സാറും വിശ്വസിച്ചില്ല. ആ ധാരണ നമുക്കൊന്ന് മാറ്റണമല്ലോ. മോഹനേട്ടൻ പോയി ചായ എടുത്താ മതി. എന്തായാലും ചന്ദ്രശേഖര സാറിനോട് പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ മോഹനേട്ടൻ ചായ എടുത്തില്ലെങ്കിൽ സാറ് കരുത്തും മോഹനേട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയില്ല. ചെല്ല്, പോയി ചായ ഉണ്ടാക്ക. വാക്ക് മാറ്റരുത്, പ്രശ്നമാവും. എന്താ മോഹനേഷന ഒരു രഹസ്യം? എന്തായാലും ഭാമ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മോഹനേഷൻ ഉണ്ടാക്കുന്ന ചായ കുടിക്കാൻ എനിക്കൊരു മോഹം. ഇന്നത്തെ ചായ മോഹനേഷൻ എടുത്താ മതി. ചെല്ല് മോഹനേട്ടാ. അവസരം ചൂഷണം ചെയ്യരുത്. വേറെ ഒരു വഴിയില്ല, ചായ ഉണ്ടാക്കിയേ പറ്റൂ. ചെല്ല്. എന്താ? മോഹനേട്ട ചായ എടുക്കാൻ പോവാ. ചെല്ല്. ചായ എടുത്തിട്ട് വരാം. എടുത്തിട്ട് വരാം. എന്തായാലും ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്നത് മഹാഭാഗ്യം തന്നെയാ. സത്യമാമ ഭാഗ്യവതിയാ. പിന്നല്ലാതെ എന്റെ അത്രയും ഭാഗ്യം ചെയ്ത വേറെ ആരാ ഉള്ളത്? ഇതൊരു ഭയങ്കര ചെറിയായി പോയല്ലോ. ഒക്കെ വെച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ സാർ പോയി കഴിഞ്ഞാൽ അവളുടെ ശവമടക്കണം. വാക്കിന് വ്യവസ്ഥയില്ലാത്ത അഹങ്കാരി. ഇവിടെ ഇരിക്കുന്നതൊക്കെ കാര്യം പറഞ്ഞ അനുസരിക്കില്ല. എന്നെ മാപ്പിലാക്കാൻ നോക്കും. അവിടെ ഇരിക്കട്ടെ. മോഹനേട്ടോ, അയ്യടാ, മോഹനേട്ടല്ലേ ചായ ഉണ്ടാക്കാൻ പറഞ്ഞത്? നീ കാണിച്ചത് ധിക്കാരമാണ്. ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് പറയുമ്പോ അത് സമ്മതിക്കരുത് സമ്മതിക്കരുത് എന്ന് നിന്നോട് പ്രത്യേകം പറഞ്ഞതാ. രാവിലെ ചെറിയച്ഛന്റെ മുന്നിൽ എന്നെ കൊച്ചാക്കിയപ്പോ ഈ ന്യായം സാർ ഓർത്തില്ലല്ലോ? ഓർത്തോ? അപ്പൊ പറഞ്ഞു ചെറിയച്ഛന് കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് കേസൊന്നുമില്ല എന്ന് ചെറിയച്ഛൻ നാട്ടിൽ പറഞ്ഞ് നടക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താന്ന് മോഹനേട്ടൻ ഓർമ്മയുണ്ടോ? നാട്ടിൽ ഭർത്താവിന് നല്ല പേരുണ്ടെങ്കിൽ ഭാര്യയ്ക്കും അതങ്ങ് കിട്ടിക്കോളും. ഭാര്യയ്ക്ക് അങ്ങനെ സ്വന്തമായിട്ടൊരു മേൽവിലാസം വേണ്ട എന്ന്. വേണ്ട, എനിക്ക് മേൽവിലാസമേ വേണ്ട. പക്ഷേ മോഹനേട്ടന്റെ ഈ നാട്ടിലെ മേൽവിലാസം ഇനി എന്താവുന്നാണ് എനിക്കറിയാത്തത്. ചായ ഉണ്ടാക്കിയില്ലേ, ഇതുവരെ കാണിച്ചത് മുഴുവൻ അഭിനയമായിരുന്നു എന്ന് ചന്ദ്രശേഖർ സാറിന് മനസ്സിലാവുമല്ലോ. ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുടിച്ച് ചന്ദ്രശേഖര സാറ് വയറിളകി ആശുപത്രിയിലും ആവും. രണ്ടായാലും വില്ലേജ് ഓഫീസറുടെ മാനം പോവും. എന്റെ മാനം പോകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ പോലെ അഹങ്കാരിയായ ഒരു ഭാര്യയാണ് എനിക്കുള്ളതെന്ന് നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ചുക്കൂല. ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്ത ഒരു വിദ്വാനാണ് ഈ വില്ലേജ് ഓഫീസർ എന്ന് നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. അയ്യോ, നല്ല ജനായിരിക്കും. ഇപ്പൊ കാണിച്ച ഈ അഹങ്കാരത്തിന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. കുറച്ച് പിന്നെ മോഹനേട്ടൻ കാണിച്ച അഹങ്കാരത്തിന് ഞാൻ കാണിച്ച പ്രതികാരമാണ് ഇപ്പൊ ഈ കടന്ന്. ഞാൻ പ്രതികാരം ചെയ്താൽ ഇങ്ങനെ ആയിരിക്കില്ല. നിന്നെ മൂക്കൊണ്ട് ഇട്ടടുപ്പിക്കാൻ. പിന്നെ ഒറ്റടിക്ക് പല്ലുകൂടെ താഴെടുക്കാൻ. എന്റെ ദേഹത്തെങ്ങാൻ തൊട്ടിട്ടുണ്ടെങ്കിലേ മോഹനേട്ടൻ പിന്നെ ജയിലിൽ കിടക്കും. മോഹനേട്ടാ, ഇമാതിരി വരട്ടൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇത് ഞാൻ കൊറേ കണ്ടതാ.
മേലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം ഞാൻ ചെയ്യും. ഇത് എന്റെ വീടാണ്. ഇവിടെ താമസിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് മര്യാദക്ക് ഉപയോഗിച്ചോളാം. അല്ലെങ്കിൽ അയ്യടാ, വീടിന്റെ വാടക പകുതി കൊടുക്കുന്നത് ഞാനാണ്. ഇവിടെ നിർമ്മണ വേണ്ടത് ഞാനൊന്ന് ആലോചിക്കും. പോയി വേണം നോക്ക്. ഹലോ. സാറേ, ഞാനാണ് ഉത്തമായി. എന്തുത്തമാ? സാറേ, ചന്ദ്രശേഖർ സാറിന്റെ അടുത്ത് നിങ്ങൾ എന്തോന്നാണ് പറഞ്ഞത്? ചന്ദ്രശേഖർ സാറോ? ഒന്നും പറഞ്ഞില്ല. സാറോട് ഇരിക്കല്ലേ, ഞങ്ങള് സാറിന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാർ എവിടെ ഇരിപ്പുണ്ടെന്ന്? ഞാൻ ഇതാ ഇപ്പൊ ഇവിടെ വെച്ച് സാറിനെ കണ്ടതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഭയങ്കര വഴക്കാണെന്നും പറഞ്ഞ് സാറ് ജീവനും കൊണ്ട് ഓടി വരുമ്പോഴാണ് ഞാൻ കണ്ടത്. സാറ് പോയാ? പിന്നല്ലാതെ. നിങ്ങൾ അവിടെ ഭയങ്കര ചീത്ത വിളിയാണെന്ന് സാറ് പറഞ്ഞു. ഇനി മേലെ നിങ്ങളെ വീട്ടിൽ വരുന്ന പ്രശ്നമേ ഇല്ലെന്നും പറഞ്ഞു. അത് മാത്രമല്ല, ഇത്രയും മൂത്ത ഭ്രാന്താണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടെ പിരിവിട്ട് നിങ്ങളെ ഭ്രാന്താശുപത്രി കൊണ്ടുപോകണമെന്ന് സാറ് പറഞ്ഞു. ഓ സാറേ, ഇത് വേറെ കഷ്ടമാണ് കേട്ടാ. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ ജോലിയൊക്കെ ഉള്ളവരല്ലേ, പക്ഷേ വകതിരിവെന്നുള്ള സംഭവമില്ല. പിന്നെ നിങ്ങളെ ഒരു കാലത്ത് ശരിയാവൂല. അല്ല പിന്നെ ആരാ? ഉത്തമൻ. ചന്ദ്രശേഖർ സാർ പോയി. പോകുന്ന വഴിക്ക് ഉത്തമനെ കണ്ടപ്പോ നമ്മൾ തമ്മിൽ ഭയങ്കര വഴക്കാണെന്ന് പറഞ്ഞു. എല്ലാവരും കറണിയാ. നീ വാക്ക് മാറിയത് കൊണ്ടല്ലേ ഈ പ്രശ്നത്തിനുണ്ടായത്? കൊള്ളലോ, മോഹനേട്ടൻ രാവിലെ എന്നെ പറ്റി പറഞ്ഞതിന് യാതൊരു കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നില്ല. എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഇനിയും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കും നിനക്കും ഭ്രാന്താണെന്ന് ചന്ദ്രശേഖർ സാർ പറഞ്ഞു എന്ന് ഉത്തമൻ പിടിച്ചപ്പോ പറഞ്ഞു. അത് നീ കാരണം. ആദ്യ കാരണം ഉണ്ടാക്കി മോഹനേട്ടനല്ലേ? ഉത്തമൻ പറയുക, നമുക്ക് വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് വകതിരിവില്ല എന്ന്. നമുക്ക് വകതിരിവുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കാൻ ഉത്തമനാരാ? അങ്ങനെ ചോദിക്കേ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ എന്നെ കുറ്റപ്പെടുത്താൻ വന്നിട്ട് യാതൊരു കാര്യമില്ല. ഉത്തമൻ വലിയ ആള് കളിച്ചപ്പോ മോഹൻ രണ്ടെണ്ണം പറയും. പെട്ടെന്ന് ചന്ദ്രശേഖർ സാർ പോയത് കണ്ടപ്പോ പറയാനൊക്കെ മറന്നുപോയി. അല്ല മോഹനേട്ടാ, ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറും. അതിന്റെ നല്ലതും ചീത്തയൊക്കെ അന്വേഷിക്കാൻ ഈ ചന്ദ്രശേഖർ സാർ ആരാ? പിന്നല്ലാതെ നമ്മൾ അങ്ങനെ ചിലവിടുന്നല്ലേ ജീവിക്കുന്നത്. നമുക്ക് ജോലിയുണ്ട്, ഇഷ്ടംപോലെ വരുമാനമുണ്ട്. പിന്നല്ലാതെ. പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരാളോട് വിടണ്ട. സത്യഭാമയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കാണാൻ വില്ലേജ് ഓഫീസർക്ക് കഴിയാതെ പോയതാണ് വിനയായത്. എത്ര ഒളിച്ചു വച്ചാലും യഥാർത്ഥ സ്വഭാവം സ്വാഭാവികമായി വെളിപ്പെട്ടു പോകുമെന്ന പുതിയ പാഠത്തോടെ ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു.